അവളുടെ മുഖത്ത് ക്രൂരത നിഴലിച്ചിരുന്നു. ചുണ്ടുകൾ ചുവന്നു തുടുത്തിരുന്നു. കൈകളിലെ നഖങ്ങൾ വളർന്നു നീണ്ട് കൂർത്തുനിന്നു. കയ്യിൽ തൂങ്ങിക്കിടന്ന ചോര ഒഴുകുന്ന കുടൽമാലകളിലേക്കും ഹൃദയത്തിലേക്കും നോക്കി ആ യുവതി ക്രൂരമായി അട്ടഹസിച്ചു. അപ്പോൾ വായുടെ ഇരുവശങ്ങളിലും കൂർത്ത് നീണ്ടു നിൽക്കുന്ന കോമ്പല്ലുകൾ ദൃശ്യമായി. കയ്യിലിരുന്ന ഹൃദയം മെല്ലെ പിടയ്ക്കുവാൻ തുടങ്ങി. അത് കൽവിളക്കിനു മുകളിൽ നീട്ടിപ്പിടിച്ച് കൈകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞു. അതിൽ നിന്നും രക്തം കൽവിളക്കിലേക്ക് വീണു നിറഞ്ഞു. പിഴിഞ്ഞെടുത്ത ദിയയുടെ ഹൃദയം കൽവിളക്കിൻ്റെ കൂർത്തു നിൽക്കുന്ന ഭാഗത്ത് കുത്തി നിർത്തി. കയ്യിലിരുന്ന കുടൽമാലകൾ കൽവിളക്കിലെ നിറഞ്ഞ ചോരയ്ക്കുള്ളിൽ ചുറ്റിവെച്ചു. രണ്ടറ്റങ്ങൾ തിരിപോലെ തെക്കുവശത്തേക്കും വടക്കുവശത്തേക്കും നീട്ടിയിട്ടു. രണ്ടറ്റങ്ങളിലേക്ക് അവൾ തീക്ഷ്ണമായി നോക്കി. രണ്ടറ്റങ്ങൾക്ക് തീ പിടിച്ചു. വിളക്കിൽ തിരി കത്തുന്നത് പോലെ കൽവിളക്കിലെ കുടൽ തിരി കത്തി നിന്നു. വീശിയ ഇളങ്കാറ്റിൽ കരിയുന്ന മാംസഗന്ധം നിറഞ്ഞു. അത് നോക്കി ക്രൂരമായ ചിരിയോടെ അവൾ നിന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ 2 ഭാഗം അപ്ലോഡ് ചെയ്ത ശവക്കുഴിയുടെ 3ാമത്തെ എപ്പിസോഡുമായാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും വീഡിയോകളൊന്നും ഇതുവരെ കയറി കണ്ടിട്ടില്ലാത്തവരും ഒന്ന് വീഡിയോ എല്ലാം കയറി കണ്ടു നോക്കേണ്ടതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബറിൽ ഒരാളായി എന്നെയും പരിഗണിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ശവക്കുഴി 3ാം എപ്പിസോഡിലേക്ക് കടന്നാലോ. നിലവിളിയോടെ തിരിഞ്ഞോടാൻ തുടങ്ങിയ അവൻ്റെ പിന്നിൽ കറുത്ത ഒരു രൂപം ചലിച്ചു. കറുത്ത വേഷധാരിയായ തൊപ്പി വെച്ച ഒരാൾ. അജ്ഞാതൻ്റെ ഇടിയേറ്റ് തിരിഞ്ഞോടാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും അവനെ പൊക്കിയെടുത്ത് കറക്കി നിലത്തേക്ക് തലകുത്തനെ തൂക്കിപ്പിടിച്ചു തൊപ്പിക്കാരൻ. പിന്നെ അടക്കിയ ശബ്ദത്തിൽ ചോദിച്ചു 3 ചോദ്യങ്ങൾ. അതിന് മണിപണി പോലെ ഉത്തരം തന്നോണം. കേട്ടോടാ മംഗലാപുരം പൊലയാടി മോനെ. ചോദ്യം 1. നിനക്ക് സോഫിയ മാർട്ടിൻ എന്ന പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടോ? നുണ പറഞ്ഞാൽ വെട്ടി നുറുക്കും നിന്നെ. കോട്ടുധാരി ഗർജിച്ചു. ഉണ്ട്. തെറ്റ് പറ്റിപ്പോയി, കൊല്ലരുതേ. അയാൾ കേണു. ചോദ്യം 2. സോഫിയ മാർട്ടിൻ്റെ മരണത്തിന് പിന്നിൽ വേറെ ആർക്കൊക്കെ പങ്കുണ്ട്? 1 ഞരങ്ങിയ ശേഷം മറുപടി വന്നു. ഹോസ്റ്റലിലെ ആ 4 പെൺകുട്ടികൾക്കും എൻ്റെ കൂടെയുള്ള ആ 3 പേർക്കും പങ്കുണ്ട്. പിന്നെ 2 ഡോക്ടേഴ്സ്, 1 അഡ്വക്കേറ്റ്, 1 ആംബുലൻസ് ഡ്രൈവർ, നേഴ്സിംഗ് സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നിവർക്കും ഇതിൽ പങ്കുണ്ട്. ചോദ്യം 3. സോഫിയയുടെ ഡാഡി മാർട്ടിൻ ഇപ്പോൾ എവിടെയുണ്ട്? പറയടാ കഴിവേറി. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ഗോഡൗണിലുണ്ട്. ചോദ്യം 4. വേറെ ഏതൊക്കെ ബിസിനസ് ഉണ്ടടാ നിനക്കൊക്കെ? അതൊക്കെ ജാവേദിനെ അറിയൂ. ആരാടാവൻ? കോട്ടുധാരിയുടെ പിടി മുറുകി. ദേവഗൗഡ നേഴ്സിംഗ് സ്കൂൾ ആൻഡ് ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥൻ്റെ മോന. ചോദ്യം 5. അപ്പോൾ സോഫിയയുടെ മരണത്തിന് പിന്നിൽ നിന്റെ കൈകളുണ്ട് എന്നത് നേരാണല്ലോ അല്ലേടാ നായിൻ്റെ മോനെ? പിന്നെ നീ ഒക്കെ കൂടി ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന എത്ര പെൺകുട്ടികളെ ഇതുപോലെ ഇല്ലാതാക്കിയിട്ടുണ്ട്? എണ്ണാൻ പറ്റുന്നില്ല അല്ലേടാ? അതെ. പേടി കൊണ്ട് അയാളുടെ ശബ്ദം നേർത്തിരുന്നു. കോട്ടുധാരി തല കീഴായി പിടിച്ചിരുന്ന ആളിനെ കുറച്ച് മുകളിലേക്കുയർത്തി താഴേക്കൊരു കുത്ത്. ഒരു നിലവിളി അവിടെ മുഴങ്ങി. കറുത്ത കോട്ടുകാരൻ കോട്ടിനുള്ളിൽ നിന്നും ഒരു സ്പ്രിംഗ് കത്തി വലിച്ചെടുത്തു. നിവർത്തി. മടക്കി വെച്ചിരുന്ന കത്തി നിവർത്തിയപ്പോൾ അതൊരു വടിവാൾ പോലെ നിന്നു. എന്നെ ഒന്നും ചെയ്യരുതേ, കൊല്ലരുതേ. അവശനായി കിടന്നയാൾ ഞരുങ്ങി. നീ പോലീസിനെ ഭയന്നല്ലേ ഇങ്ങോട്ട് വന്നത്? പോലീസിനേക്കാളും വലിയ ഭീകരനാ ഞാൻ. നിന്നെപ്പോലെയുള്ള ഒരു നാറിയെയും നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ പുല്ലേ. അയാളുടെ കയ്യിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ മിന്നിത്തിളങ്ങി. താഴെ കിടന്നവനെ കോട്ടുധാരി പൊക്കിയെടുത്ത് നേരെ നിവർത്തി വാൾ അവൻ്റെ വയറിനുള്ളിലേക്ക് കുത്തിയിറക്കി. വയറിൽ കയറിയ വാളുമായി അവൻ പുളഞ്ഞു. അട്ടഹസിച്ചുകൊണ്ട് ആ കറുത്ത രൂപം വാൾ വലിച്ചൂരി. രക്തം ചീറ്റിത്തെറിച്ചു. മുഖത്തേക്ക് തെറിച്ചു വീണ രക്തത്തുള്ളികൾ ആ സ്ത്രീ നാക്ക് നീട്ടി നക്കി തുടച്ചു. അവരുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. വാൾ വലിച്ചൂരിയെടുത്ത് ആ കറുത്ത രൂപം അവൻ്റെ കഴുത്തു നോക്കി ആഞ്ഞു വീശി. വെട്ടേറ്റ അവൻ്റെ തല ദൂരത്തേക്ക് തെറിച്ചുപോയി. കഴുത്തിൽ നിന്നും കുത്തിയൊഴുകുന്ന കൊഴുത്ത രക്തം ആ സ്ത്രീ രൂപം നാക്കുനീട്ടി വലിച്ചു കുടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തല നഷ്ടപ്പെട്ട ആ ശരീരം
മാംസങ്ങളില്ലാത്ത അസ്ഥിപഞ്ജരം ആയി മാറി. അത് താഴേക്ക് മറിഞ്ഞു വീണു. മൺചിരാത് അണഞ്ഞു. ഇരുട്ടിൽ ഒരു സ്ത്രീയുടെ അട്ടഹാസവും മുരൾച്ചയും മുഴങ്ങി. ഓടിവന്ന് ജീപ്പിന്റെ ബോണറ്റിലേക്ക് ചാരി നിന്ന അലക്സ് കിതച്ചു. അവൻ വെട്ടിച്ച് കടന്നു കളഞ്ഞു സാറേ. അതിന്റെ പുറകെ ഓടിയത് വെറുതെയായി. അലക്സ് ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്ന് വണ്ടി കുറച്ച് മുന്നോട്ടെടുത്ത് നിർത്തി. സാറേ, 1 മിനിറ്റ്. അലക്സ് ബൊലേറോയുടെ പുറകിലേക്ക് പോയി. ഉള്ളിൽ നിന്നും ചെറിയൊരു കന്നാസ് എടുത്തു. പെട്രോൾ നിറച്ച കന്നാസായിരുന്നു അത്. അയാൾ അതുമായി ജിപ്സിയുടെ നേരെ നടന്നു. ജിപ്സിയുടെ ചുറ്റും തളിച്ച് സീറ്റിലും ഉള്ളിലും എല്ലാം പെട്രോൾ ഒഴിച്ചു. കാലിയായ കന്നാസ് വണ്ടിക്കുള്ളിലിട്ടിട്ട് മുന്നോട്ട് നടന്നു. ബൊലേറോ ജീപ്പിന് അടുത്തെത്തിയതും അയാൾ കയ്യിലിരുന്ന തീപ്പെട്ടി എടുത്ത് കത്തിച്ചു. അത് ജിപ്സിക്ക് നേരെ തൊടുത്തുവിട്ടു. ഇരുട്ടിൽ പെട്ടെന്നൊരു തീഗോളം പ്രത്യക്ഷപ്പെട്ടു. ജിപ്സിയിൽ തീ ആളിപ്പടർന്നു. ബൊലേറോ ജീപ്പിൽ കയറി അലക്സ് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ കേട്ടു പുറകെ അതിഭയാനകമായ ഒരു സ്ഫോടനം. ജിപ്സി 4 പാടും പൊട്ടിത്തെറിച്ചു. എന്താ അലക്സ് ഇതൊക്കെ? അനിരുദ്ധൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇതാണ് സാർ നമ്മുടെ മലയാളി ടച്ച്. തല്ലാൻ വരുന്നവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കത്തിച്ചിട്ടേ പോകാവൂ. ഓടി രക്ഷപ്പെട്ടവന്മാർ എങ്ങനെ തിരിച്ചു പോകുമെന്ന് കാണാമല്ലോ. ഇരുളിന്റെ മാറിനെ കീറി മുറിച്ചുകൊണ്ട് ആ പോലീസ് ജീപ്പ് കേരള ബോർഡർ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. രാത്രി 11:30. ദേവഗൗഡ ലേഡീസ് ഹോസ്റ്റൽ. രാത്രിയുടെ വന്യതയിൽ ഹോസ്റ്റലിന്റെ മുൻപിലായി ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നു. നിശബ്ദമായ അന്തരീക്ഷം. ഇടനാഴിയിൽ ഏതോ കാലടി ശബ്ദം കേട്ടാണ് ദിയ കണ്ണു തുറന്നത്. കൂടെയുള്ള ഗ്ലാഡിസ്, മെറിൻ, ഗ്ലോറി എന്നിവർ നല്ല ഉറക്കത്തിലാണ്. പോലീസ് അന്വേഷിച്ചു പോയതിനു ശേഷം എല്ലാവരും അസ്വസ്ഥരായിരുന്നു. കെട്ടിപ്പൊക്കിയ ചില്ല് കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നത് പോലെ അവർക്ക് തോന്നി. 3 പേരും നല്ല പോലെ മദ്യപിച്ച് ബോധം കെട്ട പോലെയാണ് കിടന്നുറങ്ങുന്നത്. ദിയ മെല്ലെ എഴുന്നേറ്റ് കട്ടിലിരുന്നു. ഭിത്തിയിലെ ക്ലോക്കിൽ 12 മണിയാകുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വേനൽക്കാലമാണെങ്കിലും മുറിക്കുള്ളിൽ നല്ല തണുപ്പ്. ടോയ്ലറ്റിലേക്ക് പോകുവാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ശൂന്യമായ ഇടനാഴിയിലൂടെ ടോയ്ലറ്റിലേക്ക് നടന്നു. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പുറത്തേക്ക് നോക്കി. ചുറ്റും ഇരുട്ടാണ്. പുറത്ത് ഒരു ലൈറ്റ് കത്തി നിൽക്കുന്ന വെളിച്ചം മാത്രം. പെട്ടെന്ന് ഒരു ചിറകടി ശബ്ദം. ചിറകടി ശബ്ദം ഇരുട്ടിലൂടെ അടുത്തടുത്ത് വരുന്നതുപോലെ. പുറത്തു നിൽക്കുന്ന നാരകമരത്തിന്റെ ശിഖരങ്ങൾ ഇളകിയാടി നാരകമരത്തിൽ വന്നിരുന്ന ഒരു കടവവ്വാൽ ഇടനാഴിയിലൂടെ പോകുന്ന ദിയയെ നോക്കിയിരുന്നു. ആ കടവാവലിന്റെ കണ്ണുകൾ ചോര പോലെ തിളങ്ങി. ദിയ ടോയ്ലറ്റിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. വാഷ് ബേസിന്റെ പൈപ്പ് തുറന്നു. വെള്ളമെടുത്ത് മുഖം കഴുകി. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളത്തുള്ളികൾ ദിയയുടെ ചുണ്ടുകളിൽ വീണു. വെള്ളത്തിന് ഒരു വൃത്തികെട്ട ചുവ. കൈകളിലേക്ക് നോക്കിയ ദിയ ഭയത്തോടെ കണ്ടു. കൈയിലെ മാംസങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അതിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നു. നഖങ്ങൾ നീണ്ടു വളർന്ന് നിൽക്കുന്നത് പോലെ. ദിയ പൈപ്പിന് മുകളിലെ ഭിത്തിയിൽ ഘടിപ്പിച്ചിരുന്ന കണ്ണാടിയിലേക്ക് നോക്കി വിറച്ചുപോയി. തൻ്റെ കണ്ണുകളിലെ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് വെളുത്ത 2 മാംസള ഗോളങ്ങൾ. കവിളിലെ മാംസങ്ങൾ വിണ്ടുകീറി ഉയർന്നിരിക്കുന്നു. ഇരുളിൻ്റെ വികൃതമായ ദുരൂഹതകൾ പേറുന്ന മാറിലൂടെ ഭീമാകാരനായ കടവവാൽ പറന്നുകൊണ്ടിരുന്നു. വലിയ ചിറകുകൾ വിരിച്ചുള്ള ആ സഞ്ചാരം വരാൻ പോകുന്ന ദുരന്തങ്ങളുടെ അടയാളമായി തോന്നി. അത് കണ്ട് വൃക്ഷശിഖരങ്ങളിൽ ഇരുന്ന് മൂങ്ങകൾ കരഞ്ഞു. പുല്ലുകൾ കൂട്ടത്തോടെ കൂവിക്കൊണ്ടിരുന്നു. അന്ധകാരത്തിലൂടെ ഊളിയിട്ടിറങ്ങുന്ന ശക്തമായ കാറ്റിൽ വൃക്ഷങ്ങൾ അഴിഞ്ഞു വീണ മുടിയിഴകൾ പോലെ ഇളകിയാടി. കടവാവലിൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്ത് ഇരുളിൽ തെളിഞ്ഞു നിന്നു. ഇടയ്ക്കിടെ വായിൽ നിന്നും ഊർന്നു വീഴുന്ന ഉമിനീരിൻ്റെ ചീഞ്ഞളിഞ്ഞ ഗന്ധം വായുവിൽ പരന്നു. നീണ്ടുകൂർത്ത് വളഞ്ഞ് കാലുകളിലെ നഖങ്ങളിൽ അപ്പോഴും ദിയ എന്ന പൈശാചികമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടൽമാലകളും ഹൃദയവും തൂങ്ങിക്കിടന്നിരുന്നു. അതിൽ നിന്നും കൊഴുത്ത ചോര താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. താഴെ വീഴുന്ന രക്തം നക്കി കുടിക്കാൻ പേ പിടിച്ച പട്ടികൾ കൂട്ടത്തോടെ 4 പാടും മണം പിടിച്ചോടിക്കൊണ്ടിരുന്നു. കണ്ടകൻകോട് കവലയിലെ വലിയ ആൽമരത്തിൻ്റെ ചില്ലകളിലൊന്നിൽ പറന്നിറങ്ങി. അതേസമയം മറ്റു ശിഖരങ്ങളിൽ കുടിയേറിയിരുന്ന വവ്വാലുകൾ കൂട്ടത്തോടെ ചിതറിപ്പറന്നു.
പക്ഷികൾ ഭയന്ന് നാലുപാടും പറന്നു. ശിഖരത്തിൽ അല്പനേരം തൂങ്ങിക്കിടന്നതിനു ശേഷം താഴേക്കിറങ്ങി ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. പതുക്കെ ആ കടവാവലിൻ്റെ രൂപം മാറാൻ തുടങ്ങി. അവസാനം സുന്ദരിയായ ഒരു യുവതിയായി മാറി, സോഫിയ മാർട്ടിൻ. അവളുടെ മുഖത്ത് ക്രൂരത നിഴലിച്ചിരുന്നു. ചുണ്ടുകൾ ചുവന്നു തുടുത്തിരുന്നു. കൈകളിലെ നഖങ്ങൾ വളർന്നു നീണ്ട് കൂർത്തു നിന്നു. കയ്യിൽ തൂങ്ങിക്കിടന്ന ചോര ഒഴുകുന്ന കുടൽമാലകളിലേക്കും ഹൃദയത്തിലേക്കും നോക്കി ആ യുവതി ക്രൂരമായി അട്ടഹസിച്ചു. അപ്പോൾ വായുടെ ഇരുവശങ്ങളിലും കൂർത്തു നീണ്ടു നിൽക്കുന്ന കോമ്പല്ലുകൾ ദൃശ്യമായി. കയ്യിലിരുന്ന ഹൃദയം മെല്ലെ പിടയ്ക്കുവാൻ തുടങ്ങി. അത് കൽവിളക്കിന് മുകളിൽ നീട്ടിപ്പിടിച്ച് കൈകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞു. അതിൽ നിന്നും രക്തം കൽവിളക്കിലേക്ക് വീണു നിറഞ്ഞു. പിഴിഞ്ഞെടുത്ത ദിയയുടെ ഹൃദയം കൽവിളക്കിൻ്റെ കൂർത്തു നിൽക്കുന്ന ഭാഗത്ത് കുത്തി നിർത്തി. കയ്യിലിരുന്ന കുടൽമാലകൾ കൽവിളക്കിലെ നിറഞ്ഞ ചോരയ്ക്കുള്ളിൽ ചുറ്റിവെച്ച് രണ്ടറ്റങ്ങൾ തിരി പോലെ തെക്കുവശത്തേക്കും വടക്കുവശത്തേക്കും നീട്ടിയിട്ടു. രണ്ടറ്റങ്ങളിലേക്ക് അവൾ തീക്ഷ്ണമായി നോക്കി. രണ്ടറ്റങ്ങൾക്ക് തീ പിടിച്ചു. വിളക്കിൽ തിരി കത്തുന്നത് പോലെ കൽവിളക്കിലെ കുടൽ തിരി കത്തി നിന്നു. വീശിയ ഇളങ്കാറ്റിൽ കരിയുന്ന മാംസഗന്ധം നിറഞ്ഞു. അത് നോക്കി ക്രൂരമായ ചിരിയോടെ അവൾ നിന്നു. പൊടുന്നനെ ഇരുട്ടിൽ രണ്ട് കറുത്ത ഭീമാകാരന്മാരായ പട്ടികൾ പ്രത്യക്ഷപ്പെട്ടു. ആജ്ഞാനുവർത്തികളെപ്പോലെ യുവതിയുടെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചു. കണ്ണുകൾ തിളങ്ങി, നാക്കുകൾ നീട്ടി മോങ്ങി. തെക്കുഭാഗത്തേക്ക് വിജനമായ കാട് പിടിച്ചു കിടക്കുന്ന ഇരുണ്ട ഭാഗത്തേക്ക് യുവതി നടന്നു. പുറകെ കറുത്ത പട്ടികളും. നേരം വെളുത്തു വരുമ്പോഴേക്കും മംഗലാപുരത്തിന് പോയ അന്വേഷണ സംഘം നാട്ടിൽ തിരിച്ചെത്തി. സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. ഉച്ച കഴിയുമ്പോൾ SP രജിത് മേനോൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാം എന്ന തീരുമാനത്തോടെ. ഉച്ച കഴിഞ്ഞ് CI അനിരുദ്ധനും SI അലക്സ് മാർട്ടിനും SP ഓഫീസിലെത്തി. അന്വേഷണത്തിൻ്റെ വിശദ വിവരങ്ങൾ SPക്ക് കൈമാറി. സംഭവിച്ച കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. എല്ലാം കേട്ട ശേഷം SP രജിത് കുമാർ ചോദിച്ചു, ആ പെൺകുട്ടികൾക്ക് ഈ മർഡറുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ വേണ്ടേ നമ്മുടെ കയ്യിൽ? സാർ, ആ പെൺകുട്ടികൾ നിരന്തരം സോഫിയ മാർട്ടിൻ എന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് അവരിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റി. മാത്രമല്ല അവർ മയക്കുമരുന്നുകളും മദ്യവും സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് എന്ന് ഹോസ്റ്റൽ വാർഡനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല അവർക്ക് പിന്നിൽ അവിടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, എന്തും ചെയ്യാൻ മടിക്കാത്തവർ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനോ സംസാരിക്കാനോ സ്കൂൾ അധികാരികളോ ഹോസ്റ്റൽ വാർഡനോ തയ്യാറല്ല. ക്വസ്റ്റ്യൻ ചെയ്ത കോൺസ്റ്റബിൾ മേരിയോട് പോലും ആ പെൺകുട്ടികളുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായത് ആ പെൺകുട്ടികൾ മുന്നറിയിപ്പ് കൊടുത്തതിന് പ്രകാരം പുറത്തുള്ള അവരുടെ ഗ്രൂപ്പുകളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഫിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും അന്വേഷണ സംഘം അവിടെ എത്തിയത് അവരിൽ ആരെയോ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് തന്നെ. പക്ഷേ തെളിവുകളുടെ അഭാവം, അതാണ് നമ്മളെ കുഴപ്പിക്കുന്നത്, അനിരുദ്ധൻ പറഞ്ഞു നിർത്തി. പക്ഷേ മിസ്റ്റർ അനിരുദ്ധൻ, നിങ്ങൾ ഇന്നലെ ചോദ്യം ചെയ്ത പെൺകുട്ടികളിൽ ഒരാൾ മൃഗീയമായി ഇന്നലെ രാത്രിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സായാഹ്ന ദിനപത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് രജിത് മേനോൻ ടേബിളിൽ കിടന്ന പത്രമെടുത്ത് അവർക്ക് നേരെ നീട്ടി. അലക്സ് പത്രം വാങ്ങി വായിച്ച് വാർത്ത കേട്ട് അനിരുദ്ധൻ ഞെട്ടിപ്പോയി. ദിയ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വാർത്ത മുഴുവൻ കേട്ട അനിരുദ്ധന് തല കറങ്ങുന്നത് പോലെ തോന്നി. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മൃഗീയമായി കൊല്ലാൻ ആർക്കാണ് സാധിക്കുക? വയറ് മൊത്തം വലിച്ചു കീറിയിരിക്കുന്നു. അതും പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം വയറിനുള്ളിൽ നിന്നും പുറത്തെടുത്തിരിക്കുന്നു. ആന്തരിക അവയവങ്ങളിൽ കുടൽമാലകളും ഹൃദയവും നഷ്ടപ്പെട്ടിരിക്കുന്നു. മരിച്ചു കിടന്ന ബാത്റൂം മുഴുവൻ ചോരയിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അനിരുദ്ധനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം പുറത്തുനിന്ന് ആരും ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അകത്തുള്ള ആരെങ്കിലുമാണോ? അകത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ ഇത്രയും മൃഗീയമായി ഒരു പെൺകുട്ടിയെ കൊല്ലുവാൻ സാധിക്കുമോ? സാർ, ഇതെങ്ങനെ സംഭവിച്ചു? അതും ഇത്രയും പെട്ടെന്ന്? അലക്സ് അനിരുദ്ധനെ നോക്കി.
സാർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അനിരുദ്ധൻ രഞ്ജിത്ത് മേനോനോട് ചോദിച്ചു. എന്തായാലും അവിടുത്തെ പോലീസുകാർ അന്വേഷിക്കട്ടെ. നമ്മൾക്ക് നമ്മുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. നമ്മളിൽ നിന്നും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർ അറിയിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. കൊല്ലപ്പെട്ട സോഫിയ മാർട്ടിൻ്റെ മദർ ആനിയമ്മയ്ക്ക് ബോധം തെളിഞ്ഞതായി ഹോസ്പിറ്റലിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ കയറി അവരെ ഒന്ന് കണ്ടോളൂ. അവരിൽ നിന്നും അന്വേഷണത്തിന് സഹായകമാകുന്ന എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ? ശരി സാർ, അങ്ങനെ ചെയ്യാം. സല്യൂട്ട് ചെയ്ത് CI അനിരുദ്ധനും SI അലക്സ് മാർട്ടിനും പുറത്തേക്ക് നടന്നു. രാത്രി 10:30. ദേവഗൗഡ നഴ്സിംഗ് ഹോസ്റ്റൽ. കൊല്ലപ്പെട്ട ദിയയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പകൽ മുഴുവൻ ഹോസ്റ്റലിൽ പോലീസുകാരുടെ തിരക്കായിരുന്നു. ഹോസ്റ്റലിലുള്ള എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്തു. പ്രത്യേകിച്ചും ദിയയുടെ കൂട്ടുകാരികളായ ഗ്ലാഡിസ്, ഗ്ലോറി, മെറിൻ എന്നിവരെയും വാർഡൻ മഞ്ജു വർക്കിയെയും. അവരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യയാകാറായിരുന്നു. കൂടാതെ ഹോസ്റ്റലിന് ചുറ്റും കൊലപാതകത്തെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയിൽ ആ നാട്ടിലുള്ള ജനങ്ങളുടെ തിരക്കുമുണ്ടായിരുന്നു. കൂടാതെ പത്രക്കാരും TV ചാനൽക്കാരും. ഉച്ചയോടെ ഫോറൻസിക് സർജന്റെ സാന്നിധ്യത്തിൽ ദിയയുടെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. സംഭവം നടന്ന ബാത്റൂം അടച്ചുപൂട്ടി പോലീസുകാർ സീൽ വെച്ചു. രാത്രിയിൽ കുറച്ച് പോലീസുകാരെ കാവൽ നിർത്തി പുറത്ത് പട്രോളിംഗ് ശക്തമാക്കി. റൂമിലെത്തിയ മൂവർ സംഘം ഭീതിയുടെ നിഴലിലായിരുന്നു. ബെഡിലിരുന്ന് 3 പേരും ദിയയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി. കൂട്ടത്തിൽ ഗ്യാങ് ലീഡറായിരുന്നു ദിയ. ആരെയും കൂസാത്തവൾ. അവളായിരുന്നു അവരുടെ കരുത്തും. പക്ഷേ അവളെ ആരോ മൃഗീയമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾ താമസിക്കുന്ന ഫ്ലോറിൽ തന്നെയാണ് ദിയയുടെ കൊല നടന്നിരിക്കുന്നത്. അതോർക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലം അവർക്കുണ്ടായി. അവൾ മരിച്ചു കിടന്ന, ഇരുൾ മൂടിക്കിടക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ ഭയം തോന്നി അവർക്ക്. ആരാണ് അവളെ എത്രയും ക്രൂരമായി കൊന്നത്? എന്തിന്? പകൽ നടന്ന പോലീസ് അന്വേഷണത്തിൽ കൊല നടത്താൻ ഉപയോഗിച്ച ആയുധത്തെപ്പറ്റി ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണയുള്ള ആയുധങ്ങളൊന്നും കൊണ്ട് അതുപോലെ ഒരാളെ കൊല്ലാൻ സാധിക്കുകയില്ല എന്നാണ് പോലീസ് നിഗമനം. മാത്രമല്ല, ആയുധമല്ലാത്ത മറ്റെന്തോ കൊണ്ടാണ് കൊല നടത്തിയിരിക്കുന്നത്. മുറിവുകളിൽ നിന്നും അത് വ്യക്തമാണ്. പക്ഷേ അത് എന്താണെന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിഞ്ഞില്ല. പോലീസ് നായ മണം പിടിച്ച് ഹോസ്റ്റലിൻ്റെ മുറിക്കുള്ളിലും പുറത്തും ഓടി നടന്ന ശേഷം പുറത്തേക്ക് ഗേറ്റ് വരെ ഓടി അതിനുശേഷം തിരിച്ചു വന്നിരുന്നു. തങ്ങളുടെ ഉറ്റമിത്രം നഷ്ടപ്പെട്ട ദുഃഖം ഒരു വശത്തും, മറുവശത്ത് അടുത്തത് തങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്ന ഭയവും പെൺകുട്ടികളെ കീഴ്പ്പെടുത്തി. മുറിക്കുള്ളിലെ നേർത്ത നിഴൽ പോലും അവരിൽ ഭയം ജനിപ്പിച്ചു. 11 മണിയായപ്പോൾ തന്നെ വാതിലുകളും ജനാലകളും അടച്ചുപൂട്ടി. ഗ്ലാഡിസ് ഒരു ബെഡിലും ഗ്ലോറിയയും മെറിനും മറ്റൊരു ബെഡിലുമായാണ് കിടന്നത്. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവർ. കണ്ണടച്ചാൽ ആരോ തങ്ങളെ കൊലപ്പെടുത്താൻ വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ക്ലോക്കിൽ രാത്രി 12 മണി അടിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ 3 പേരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അതേസമയം തന്നെ അങ്ങ് ഇരുളിൽ നിന്നും ഒരു ചെറുകടി ശബ്ദം മുഴങ്ങി. അത് മെല്ലെ അടുത്തടുത്ത് വന്നു. ദേവഗൗഡ നഴ്സിംഗ് ഹോസ്റ്റലിന് മുൻപിലുള്ള നാരകത്തിൻ്റെ ചില്ലയിൽ ഒരു കഴുകൻ വന്നിരുന്നു. ചുവന്ന കണ്ണുകൾ കൊണ്ട് പെൺകുട്ടികൾ ഉറങ്ങുന്ന മുറിക്ക് നേരെ നോക്കി ചുണ്ട് ചലിപ്പിച്ചു. നേർത്ത നിലാവെളിച്ചം തൂകി നിന്ന ചന്ദ്രൻ വരാൻ പോകുന്ന ദുരന്തത്തിന് സാക്ഷിയാകാൻ ത്രാണിയില്ലാതെ കാർമേഘങ്ങൾക്കിടയിൽ ഒളിക്കാൻ തിടുക്കം കൂട്ടി. നിലാവെളിച്ചം മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം പ്രകൃതി പൂർണ്ണമായും ഇരുട്ടിൽ ലയിച്ചു. മെല്ലെ കഴുകൻ നാരകത്തിൽ നിന്നും പറന്ന് നഴ്സിംഗ് ഹോസ്റ്റലിൻ്റെ 13-ാം നമ്പർ മുറിയുടെ മുൻപിൽ ചെന്നു. പൊടുന്നനെ കഴുകൻ്റെ രൂപം മാറാൻ തുടങ്ങി. അതൊരു കടവാവൽ ആയി മാറി. ദിയ എന്ന പെൺകുട്ടിയെ കൊന്ന അതേ കടവാവൽ. കടവാവലിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു. അതൊരു ചെറിയ വണ്ടിൻ്റെ വലിപ്പത്തിലായി. 13-ാം നമ്പർ മുറിയുടെ വാതിലിൻ്റെ താക്കോൽ പഴുതിലൂടെ ഊളിയിട്ട് വണ്ടിൻ്റെ രൂപത്തിലായ കടവാവൽ മുറിയുടെ ഉള്ളിലേക്ക് കടന്നു. ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു ഗ്ലോറിയും ഗ്ലാഡിസും മെറിനും. എന്തോ ശബ്ദം കേട്ട ഗ്ലാഡിസ് ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിന് കാറ്റ് കൂടിയ പോലെ. ആരാണ് ഫാനിന് സ്പീഡ് കൂട്ടിയത്? മെറിനോ ഗ്ലോറിയോ ആയിരിക്കാം. പക്ഷേ ശ്വാസം മുട്ടുന്ന പോലെ. മാത്രമല്ല, ഫാനിൻ്റെ ശബ്ദത്തിനൊപ്പം ഒരു മുരൾച്ച കേൾക്കുന്നത് പോലെ.
തൊണ്ട വരളുന്ന പോലെ, വല്ലാത്ത ദാഹം. കാതോർത്തു. ശരിയാണ്, വീണ്ടും കേൾക്കുന്നുണ്ട്. എന്താണത്? പേടികൊണ്ട് ഉടലാകെ വിറയ്ക്കുന്നു. മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും മുഖത്തും ചുണ്ടിലുമായി മഴവെള്ളം വീഴുന്നത് പോലെ എന്തോ വന്ന് വീണു. ചുണ്ടിൽ വീണ ദ്രാവകം വായ്ക്കുള്ളിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ഗ്ലാഡിസ് അറിഞ്ഞു. വായ്ക്കുള്ളിൽ പച്ച ചോരയുടെ ചുവ. ചുണ്ടുകളിലേക്ക് എവിടെ നിന്നോ ഇറ്റിറ്റു വീഴുന്ന ചോര വായ്ക്കുള്ളിൽ നിറയുകയാണ്. ഇരുട്ടിൽ എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് കാണാൻ സാധിക്കുന്നില്ല. ഭയം കൊണ്ട് ഗ്ലാഡിസിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഒടുവിൽ അത് വീർത്ത് പൊട്ടി കൃഷ്ണമണികൾ രണ്ടും പുറത്തേക്ക് തെറിച്ചുപോയി. വേദന കൊണ്ട് അലറിക്കരഞ്ഞു ഗ്ലാഡിസ്. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എഴുന്നേൽക്കാൻ ശ്രമിച്ചു എങ്കിലും അത് വിഫലമായി. ആരോ തന്നെ ബലമായി പിടിച്ചു കിടത്തും പോലെ. കൈകാലുകൾ തളർന്ന് ബലം ക്ഷയിക്കുന്നത് പോലെ. ഇരുട്ടിലെ വായുവിന് തണുപ്പ് കൂടി വന്നു. അതോടൊപ്പം ഒരു തേങ്ങിക്കരച്ചിലും. പൊടുന്നനെ ഗ്ലാഡിസ് കിടന്നിരുന്ന കട്ടിലിനടിയിലായി ഒരു വണ്ട് പ്രത്യക്ഷപ്പെട്ടു. അത് ക്രമേണ വലിപ്പം കൂടി വന്നു. ഒരു സ്ത്രീ രൂപമായി. അഴുകി ദ്രവിച്ച മാംസങ്ങൾ വേർപിട്ട് കൺകുഴിക്കുള്ളിൽ പുഴുക്കൾ നുരക്കുന്ന ഒരു ഭീകര രൂപം. പുറത്തേക്ക് നീണ്ട കറുത്തഴുകിയ നാക്കിൻ തുമ്പിൽ ഒരു കരിന്തേൾ കിടന്ന് പുളഞ്ഞു. അവയുടെ കൊമ്പുകൾ 2 കൈകളിലായി വളരാൻ തുടങ്ങി. മാംസങ്ങളില്ലാത്ത കൂർത്ത നഖങ്ങളുമായി 2 കൈകൾ. കട്ടിലിൻ്റെ 2 വശത്തുകൂടി അത് മുകളിലേക്ക് നീണ്ടു. ഗ്ലാഡിസ് കിടക്കുന്ന കട്ടിലിൻ്റെ ഇരുവശങ്ങളിലുമായി നീണ്ടുവന്ന ആ മാംസമില്ലാത്ത നീണ്ടു കൂർത്ത കൈകൾ ഗ്ലാഡിസിൻ്റെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലായി വന്നു നിന്നു. അതേസമയം അവളുടെ ചെവിയുടെ ഇരുവശങ്ങളിലുമായി 2 കരിമൂർഖൻ പാമ്പുകൾ പത്തി വിടർത്തി പ്രത്യക്ഷപ്പെട്ടു. അവ മെല്ലെ ഇരുവശങ്ങളിലുമുള്ള ഗ്ലാഡിസിൻ്റെ ചെവിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുവാൻ തുടങ്ങി. അലറി നിലവിളിക്കുന്നുണ്ടെങ്കിലും ഒച്ച പുറത്തേക്ക് വരാതെ ഗ്ലാഡിസ് കിടന്നു പിടച്ചു. അതേസമയം ഇരുട്ടിലേക്ക് തെറിച്ചുപോയ ഗ്ലാഡിസിൻ്റെ കൃഷ്ണമണികൾ 2 തേളുകളായി മാറി. അവ ഇഴഞ്ഞു വന്ന് ഗ്ലാഡിസിൻ്റെ ശരീരത്തിലൂടെ കൺകുഴികളിൽ വന്ന് ഉള്ളിലേക്ക് കടന്നു. ഇരു ചെവിക്കുള്ളിൽ നിന്നും രക്തം പുറത്തേക്ക് ചീറ്റി. ഗ്ലാഡിസിൻ്റെ തലയോട്ടിക്കുള്ളിലെത്തിയ കരിമൂർഖന്മാർ തലച്ചോറിനുള്ളിലൂടെ ഇഴഞ്ഞു നടന്ന് വിഷം ചീറ്റി. ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലേക്ക് നീണ്ടുവന്ന മാംസമില്ലാത്ത കൈകൾ ഗ്ലാഡിസിൻ്റെ വയറിലേക്ക് നീണ്ടു. മധ്യഭാഗത്തെത്തിയതും കൈകൾ രണ്ടും ഗ്ലാഡിസിൻ്റെ വയറിനുള്ളിലേക്ക് തുളച്ചു കയറി. ചീറ്റിത്തെറിച്ച ചോര ഭിത്തികളിലും ഉറങ്ങിക്കിടക്കുന്ന മെറിൻ്റെയും ഗ്ലോറിയയുടെയും ദേഹത്തുമായി വീണു. ഗാഢമായ നിദ്രയിൽ അവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഗ്ലാഡിസിൻ്റെ വയറിനുള്ളിലേക്ക് തുളഞ്ഞു കയറിയ കൈകൾ ഇരുവശങ്ങളിലേക്കും ആഞ്ഞു വലിക്കപ്പെട്ടു. അവളുടെ ശരീരം കഴുത്തുവരെ നീളത്തിൽ 2 ഭാഗങ്ങളായി കീറിപ്പോയി. നെഞ്ചിൻകൂട് പുറത്തേക്ക് തള്ളി നിന്നു. അടുത്ത നിമിഷം ഗ്ലാഡിസിൻ്റെ ചെവിക്കുള്ളിൽ കയറിപ്പോയ കരിമൂർഖന്മാർ പുറത്തേക്കിറങ്ങി. ഇരുട്ടിലൂടെ ഇഴഞ്ഞ് മുറിക്ക് പുറത്തിറങ്ങി. അവയുടെ ഇരുവശങ്ങളിലുമായി 2 ചിറകുകൾ വളർന്നു വന്നു. അന്ധകാരത്തിലൂടെ അവ പറന്നകന്നു. ഗ്ലാഡിസിൻ്റെ ശരീരം വലിച്ചു കീറിയതിനു ശേഷം ആ കൈകൾ കട്ടിലിനടിയിലേക്ക് ചുരുങ്ങി. അവസാനം അതൊരു കരിവണ്ടായി മാറി. മുറിയിലൂടെ മൂളിപ്പറന്ന വണ്ട് പുറത്തേക്ക് പറന്നു. പുറത്തെത്തിയ കരിവണ്ട് മൂളിപ്പറന്നു. ഇരുട്ടിൻ്റെ കറുത്ത മാറിലൂടെ പറന്നകന്ന വണ്ടിൻ്റെ രൂപം ക്രമേണ മാറി ഭീമാകാരമായ കടവാവലായി മാറി. ഗാഢനിദ്രയിൽ നിന്നും ഉറക്കമുണർന്ന ഗ്ലോറിക്ക് മുറിക്കുള്ളിലെ പച്ചച്ചോരയുടെ മനം മടുപ്പിക്കുന്ന മണം അനുഭവപ്പെട്ടു. അതോടൊപ്പം മനം പുരട്ടലും ഉണ്ടായി. ഛർദ്ദിക്കാൻ തോന്നിയപ്പോൾ ചാടി എഴുന്നേറ്റ് സ്വിച്ച് ബോർഡിന് നേരെ നടന്നു. ലൈറ്റിട്ടു. തിരിഞ്ഞതും അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. അതു കേട്ടുണർന്ന മെറിനും ആ കാഴ്ച കണ്ട് നിലവിളിച്ചു. മുറിക്കുള്ളിൽ മുഴുവൻ ചോര. തങ്ങളുടെ ദേഹവും മുഴുവൻ ചോരയാണെന്ന് ഭയത്തോടെ അവരറിഞ്ഞു. അവർക്ക് ബെഡിലേക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. ഗ്ലാഡിസിൻ്റെ പിരിച്ചൊടിച്ച കണ്ണുകളില്ലാത്ത തല തങ്ങളുടെ ബെഡിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇറച്ചിക്കടയിൽ മൃഗങ്ങളെ കൊന്ന് വെട്ടിക്കീറി വെച്ചിരിക്കുന്നത് പോലെ ഗ്ലാഡിസിൻ്റെ ശരീരവും കീറിപ്പിളർത്തി 2ആക്കി വെച്ചിരിക്കുന്നു. കുടൽമാലകളും കരളും ഹൃദയവും ശ്വാസകോശവുമെല്ലാം മുറിക്കുള്ളിൽ ചിതറിക്കിടക്കുന്നു. മുറിയുടെ കോണിലിരുന്ന് ഗ്ലാഡിസിൻ്റെ തെറിച്ചുപോയ 2 കൃഷ്ണമണികൾ അവരെ തുറിച്ചു നോക്കി. ഫോണിൻ്റെ ബെല്ല് കേട്ടാണ് CI അനിരുദ്ധൻ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നത്. ക്ലോക്കിൽ സമയം പുലർച്ചെ 5 മണി. ആരാണ് ഈ നേരത്തെ വിളിക്കുന്നത്? മെല്ലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫോണിനടുത്തേക്ക് നടന്നു. ഹലോ, ആരാണ്?
അനിരുദ്ധൻ റിസീവർ എടുത്ത് ചെവിയോട് ചേർത്ത് കൊണ്ട് ചോദിച്ചു. ഞാൻ മഞ്ജു വർക്കിയാണ് സാർ, ദേവഗൗഡ നഴ്സിംഗ് ഹോസ്പിറ്റലിലെ വാർഡൻ. അവരുടെ സ്വരത്തിൽ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ അനിരുദ്ധൻ ചോദിച്ചു, എന്താണ് മഞ്ജു, പ്രത്യേകിച്ച് എന്തെങ്കിലും? ഉണ്ട് സാർ, മഞ്ജുവിൻ്റെ സ്വരം പതറി. ഇന്നലെ ഇവിടെ രണ്ടാമത്തെ കൊലപാതകവും നടന്നു സാർ. ഗ്ലാഡിസ് എന്ന പെൺകുട്ടിയെ ആരോ മൃഗീയമായി കൊലപ്പെടുത്തി. ഇന്നലെ രാവിലെ മുതൽ ഇവിടെ പോലീസുകാർ കാവലുണ്ടായിരുന്നു. വഴികളിലെല്ലാം പെട്രോളിംഗും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. മറ്റ് 2 പെൺകുട്ടികളും പോലീസ് പ്രൊട്ടക്ഷനിലാണ്. ഞങ്ങളെയും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയാണവർ. എനിക്കും ഭയം തോന്നുന്നു സാർ. മറ്റു 2 പെൺകുട്ടികൾക്കും ഇതുതന്നെ സംഭവിക്കുമെന്ന് മനസ്സ് പറയുന്നു സാർ. അനിരുദ്ധൻ അത് കേട്ട് പകച്ചിരിക്കുകയാണ്. വീണ്ടും കൊലപാതകം, അതും മൃഗീയമായി. മഞ്ജു ഇപ്പോൾ അവിടെ എങ്ങനെയാണ്? സാർ, ഗ്ലാഡിസിൻ്റെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി. ഹോസ്റ്റൽ അടച്ചുപൂട്ടി. പെൺകുട്ടികളെ അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ പോകുകയാണ്. ഞാനും നാട്ടിലേക്ക് തിരിക്കുകയാണ് സാർ, മഞ്ജു പറഞ്ഞു. മറ്റു 2 പെൺകുട്ടികളെ പോലീസുകാർ അവരവരുടെ വീടുകളിൽ എത്തിക്കാൻ തീരുമാനിച്ചോ? അതെ സാർ, അവരെ അങ്ങനെ അയക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരി മഞ്ജു, എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചോ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ല. സാർ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മഞ്ജു പറഞ്ഞു. എന്താണ്? അനിരുദ്ധൻ ആകാംക്ഷയോടെ ചോദിച്ചു. സാർ, ഇന്നലെ ടൗണിൽ നിന്നും കുറച്ചകലെയായി ഈ പെൺകുട്ടികളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളിൻ്റെ ജഡം കിട്ടിയതായി പോലീസുകാർ പറയുന്നുണ്ട്. മാത്രമല്ല, ആ ഡെഡ് ബോഡിക്ക് തല ഉണ്ടായിരുന്നില്ല. ആരോ വെട്ടിമാറ്റിയ പോലെ ആയിരുന്നെന്നാണ് വാർത്ത. അനിരുദ്ധൻ ഓർത്തു. തങ്ങളെ ആക്രമിച്ച ഗ്രൂപ്പിലുള്ള ആർക്കോ ആണ് ഈ ദാരുണ അന്ത്യം. തങ്ങളുമായി ഏറ്റുമുട്ടിയ സ്ഥലവും ഡെഡ് ബോഡി കിട്ടിയ സ്ഥലവും അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ആരാണ് അയാളെ കൊന്നത്? മഞ്ജുവിനോട് സംസാരിച്ച് വെച്ചതിനു ശേഷം SI അലക്സിനെ വിളിച്ചു. അനിരുദ്ധൻ കാര്യങ്ങൾ പറഞ്ഞു. സാർ, നമ്മൾ അവിടെ പോയി വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നത്. മാത്രമല്ല, നമ്മളുടെ ലിസ്റ്റിലുള്ള 2 പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ കൂടെയുള്ള നമ്മളെ ആക്രമിച്ച ഒരാളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം അടുത്തതായി കൊല്ലപ്പെടാൻ പോകുന്നത് ശേഷിക്കുന്ന ആ 2 പെൺകുട്ടികളിൽ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇവരെ കേരളത്തിലേക്ക് അയക്കുന്നത് വഴി ഇവിടെയുള്ളവർക്കും തലവേദനയാകും. കൊലപാതകി ആരാണെങ്കിലും അവരെ പിന്തുടർന്ന് കേരളത്തിലെത്തും. ഈ 2 പെൺകുട്ടികളുടെ വീടെവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം. മേരിയോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. അത് നമ്മുടെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ അലക്സ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചേ തീരൂ. ആ പെൺകുട്ടികളെയെങ്കിലും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞേക്കും. നമ്മുടെ അതിർത്തിക്കുള്ളിലാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം സാർ. പക്ഷേ ശത്രു പ്രബലനാണ്. അവരെ കൊല്ലാനും നോക്കിക്കൊണ്ടിരിക്കും. സാർ, നമുക്ക് മാക്സിമം നോക്കാം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഇതാർക്കാണ് സാർ ഈ പെൺകുട്ടികളോട് ഇത്ര പക? മാത്രമല്ല, കൊലപാതകം ചെയ്യുന്ന രീതി തന്നെ പൈശാചികമായി. അലക്സ്, എനിക്ക് തോന്നുന്നത് സോഫിയ മാർട്ടിൻ്റെ മർഡറുമായി ഇതിനെന്തോ ബന്ധമുണ്ടെന്നാണ്. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു സാർ. പക്ഷേ നമ്മുടെ പക്കൽ തെളിവുകളില്ലല്ലോ, അലക്സ് തുടർന്നു. പക്ഷേ മംഗലാപുരത്തേക്ക് പോയി പോലീസ് പ്രൊട്ടക്ഷൻ ഭേദിച്ച് കൊല നടത്താൻ ആർക്കാണ് സാർ സാധിക്കുക? അയാൾ ആരായാലും അതിസമർത്ഥനും ബുദ്ധിമാനുമാണ്. എന്തായാലും ആ പെൺകുട്ടികളുടെ അഡ്രസ്സ് ഒന്ന് തപ്പിയെടുത്ത് വെച്ചേക്കൂ അലക്സ്. ഫോൺ വെച്ചതിനു ശേഷം അനിരുദ്ധൻ മേശപ്പുറത്തിരുന്ന ഫയലുകളുടെ കെട്ടഴിച്ചു. 6:30-നുള്ള ട്രെയിനിൽ മെറിനും ഗ്ലോറിയയും നാട്ടിലേക്ക് തിരിച്ചു. കൂടെ ഒരു പോലീസുകാരനെയും കൂട്ടിയാണ് മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും പെൺകുട്ടികളെ നാട്ടിലേക്ക് അയച്ചത്. നാട്ടിലുള്ള സ്റ്റേഷനിൽ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം വരാൻ വേണ്ടിയാണ് പോലീസുകാരനെ കൂടെ വിട്ടത്. കൂടാതെ പേടിച്ച് മരണഭീതിയിലിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം കൊടുക്കുകയും ചെയ്യാം. അവർ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ മറ്റാരുമില്ലായിരുന്നു. മെറിനും ഗ്ലോറിയും സൈഡ് സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. പോലീസുകാരൻ മണികുമാരൻ എതിർവശത്തുള്ള സിംഗിൾ സീറ്റിലിരുന്നു. പിന്നോട്ടോടുന്ന കാഴ്ചകളിൽ മെറിൻ്റെയും ഗ്ലോറിയുടെയും കഴിഞ്ഞ കാലങ്ങളും തെളിഞ്ഞു വന്നു. കുത്തഴിഞ്ഞ ജീവിതവും ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളും ഓർമ്മകളിൽ വേദനകൾ നിറച്ചു. യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ ജീവിത രീതികൾക്കും പ്രവർത്തികൾക്കും നിയന്ത്രണമില്ലാതെ പോയി. ആരെയും കൂസാതെ തോന്നിയ പോലെ ജീവിതം ആസ്വദിച്ചു.
അതിനിടയിൽ പലരുടെയും ജീവിതങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും തല്ലിത്തകർത്തു. ഇപ്പോൾ ഇരുളിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ആരോ തിരിച്ചടിക്കുന്നു. കൂടെയുണ്ടായിരുന്ന 2 പേർ തീർന്നിരിക്കുന്നു. അടുത്തത് തങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന ഓർമ്മയിൽ അവരുടെ ഉള്ളു കിടുങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. സന്ധ്യ മയങ്ങുന്നു. പുറത്ത് ഇരുൾ പരക്കുകയാണ്. കറുത്ത കരാളഹസ്തങ്ങൾ പുറത്തെ കാഴ്ചകളെ പതുക്കെ പതുക്കെ മറച്ചുകൊണ്ടിരുന്നു. രാത്രിക്ക് കട്ടി കൂടുന്നതിനനുസരിച്ച് അവരുടെ ഉള്ളിൽ ഭയം കൂടി വന്നുകൊണ്ടിരുന്നു. ചെറിയ ഒരൊച്ച പോലും പേടിപ്പെടുത്തുന്നു. ആരെങ്കിലും തങ്ങളുടെ ജീവന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ? ഈ ഇരുളിൽ അദൃശ്യമായി സഞ്ചരിക്കുന്നുണ്ടോ? കൂടെ വന്ന പോലീസുകാരൻ അപ്പുറത്തെ സീറ്റിൽ ജനലിൽ തലവെച്ച് കിടന്നുറങ്ങുന്നു. പ്രവൃത്തിദോഷം കൊണ്ട് ഇപ്പോൾ ഭയം കൊണ്ട് നീറി ജീവിക്കേണ്ടി വരുന്നു. മെറിനും ഗ്ലോറിയും ചേർന്നിരുന്ന് കെട്ടിപ്പിടിച്ച് തേങ്ങിക്കരഞ്ഞു. അപ്പോൾ കറുത്ത കോട്ടിട്ട് തൊപ്പിവെച്ച ഒരു മനുഷ്യരൂപം കണ്ടകൻകോട് കവലയിലെത്തി ആൽമരച്ചുവട്ടിലെത്തി. അയാളുടെ തോളിൽ ഭാരമുള്ള എന്തോ തൂങ്ങിക്കിടക്കുന്നു. കവല വിജനമായിരുന്നു. ആൽമരത്തിൻ്റെ ചുവട്ടിലെ കൽവിളക്കിലെരിയുന്ന വിളക്കിൽ നിന്നും കരിഞ്ഞ ചോരയുടെ ഗന്ധം വമിക്കുന്നുണ്ട്. വീശിയടിക്കുന്ന കാറ്റിൽ തിരിനാളം ആടിയുലയുന്നുണ്ട്. അയാൾ കാട് പിടിച്ചു കിടക്കുന്ന തെക്കുഭാഗത്തുള്ള ഇരുണ്ടു കിടക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ മുൻപോട്ട് നടന്നു. വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്തു കൂടി മുൻപോട്ട് നടന്നു. കൂട്ടമായി നിൽക്കുന്ന കരിമ്പനകളുടെ ഓലകൾ ഇരുളിൽ ഇളകിക്കൊണ്ടിരുന്നു. കൂമന്റെ കൂവൽ അകലങ്ങളിൽ മുഴങ്ങി. തീക്കണ്ണുകളുമായി പ്രത്യക്ഷപ്പെട്ട 2 കറുത്ത പട്ടികൾ നീട്ടിക്കൂവിയതിനു ശേഷം ആ കറുത്ത മനുഷ്യരൂപത്തിൻ്റെ പുറകെ നടന്നു. കൂട്ടത്തോടെ പറന്നകലുന്ന കടവാവലുകളുടെ ശബ്ദം ഇരുളിൽ മുഴങ്ങി. അവസാനം ആ മനുഷ്യരൂപം ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ മനയുടെ മുൻപിലെത്തി. അതിനു ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു. വർഷങ്ങളായി ആരും കടന്നുവരാത്ത ഭയം തോന്നിക്കുന്ന സ്ഥലം. ചെതലരിച്ച ദ്രവിച്ച കതകു മെല്ലെ ആ രൂപം തള്ളി തുറക്കുന്നു. അവിടെ ഒരു ചിമ്മിനി വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ മങ്ങിയ പ്രകാശം മുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു. അകത്തവിടെ അവിടെയായി ചിലന്തികൾ വലകെട്ടിയിരിക്കുന്നു. പൊളിഞ്ഞു വീണു കിടക്കുന്ന പലകത്തട്ടുകൾക്കിടയിൽ നിന്നും വിഷപ്പാമ്പുകൾ തലയുയർത്തി നോക്കി. വിണ്ടുകീറിയിരിക്കുന്ന വെട്ടുകല്ലുകൊണ്ടുള്ള ഭിത്തികൾക്കിടയിൽ നിന്നും കരിന്തേളുകൾ പുറത്തേക്കിറങ്ങി വരുന്നു. അതൊന്നും വകവയ്ക്കാതെ അയാൾ മുൻപോട്ട് നടന്നു. അകത്ത് തുരുമ്പിച്ച മണിച്ചിത്രത്താഴിട്ട വാതിലിന് മുമ്പിലെത്തി മെല്ലെ തള്ളി തുറന്നു. അതിനുള്ളിൽ ഒരു അഗ്നികുണ്ഡം ആളി കത്തിക്കൊണ്ടിരുന്നു. 60 വയസ്സോളം തോന്നിക്കുന്ന താടിയും മുടിയും നീട്ടി വളർത്തിയ മുനിയെപ്പോലെ തോന്നിക്കുന്ന ഒരാൾ അഗ്നികുണ്ഡത്തിന് മുൻപിലിരിക്കുന്നു. ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്നും മന്ത്രാക്ഷരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ശവന്നാറിപ്പൂക്കളാൽ അലങ്കരിച്ച ഒരു കറുത്ത നാരീശില്പം ഹോമകുണ്ഡത്തിനു മുൻപിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കോട്ടിട്ട കറുത്ത രൂപം തോളിൽ തൂക്കിയ ഭാരം അഗ്നികുണ്ഡത്തിന് സമീപത്തേക്ക് ഇറക്കി വെച്ചു. ഒരു ശവശരീരമായിരുന്നു അത്. സുന്ദരിയായ ഒരു സ്ത്രീ ശരീരം. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ശരീരമാണല്ലോ അല്ലേ? മുനിയെപ്പോലെ ഇരിക്കുന്ന ആളുടെ ശബ്ദം മുഴങ്ങി. അതെ, കന്യകയാണ്. ബസ് അപകടത്തിൽ മരിച്ചതാണ്. വിശദമായ രഹസ്യാന്വേഷണത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഹിന്ദു യുവതി. 23 വയസ്സാണെന്ന് മനസ്സിലാക്കി. ശരി, അരനാഴിക നേരം കഴിഞ്ഞാൽ പൂജ തുടങ്ങാം. ശവപൂജ. ഈ അഗ്നികുണ്ഡത്തിൽ ഈ നാരീശവം ദഹിച്ചു കഴിയുന്നതോടെ നമ്മുടെ പൂജയ്ക്ക് ആരംഭമായി. മാത്രമല്ല, നാളെ കർക്കിടക മാസത്തെ കറുത്തവാവ്. നാളെ രാത്രി 2-ാം യാമത്തിൽ യുവതി ഭസ്മ പൂജ. പൈശാചിക ആഭിചാര കർമ്മം. യൗവനയുക്തകളായ സ്വഭാവദൂഷ്യമുള്ള 2 യുവതികളെ പരിപൂർണ നഗ്നരാക്കി അവരുടെ ഈറൻ മേനിയിൽ 3 കറുത്ത പത്തികളുള്ള കരിമൂർഖന്മാരെ ചുറ്റി പൂജാകർമ്മങ്ങളുടെയും മന്ത്രാക്ഷരങ്ങളുടെയും അകമ്പടിയോടെ ജീവനോടെ അഗ്നികുണ്ഡത്തിൽ ദഹിപ്പിക്കുന്ന പൂജ. മാത്രമല്ല, അതിനോടൊപ്പം ഭീമാകാരന്മാരായ 3 കടവാവുലുകളെയും 3 വിഷം മുറ്റിയ കരിന്തേളുകളെയും 1 കരിമ്പൂച്ചയെയും അഗ്നിയിൽ സമർപ്പിക്കണം. മുനിയെപ്പോലെ ഇരുന്നയാൾ പറഞ്ഞിട്ട് കറുത്ത കോട്ടുകാരനെ നോക്കി. ഈ യുവതിയുടെ ശവശരീരം അഗ്നികുണ്ഡത്തിൽ കുത്തി നിർത്തിക്കോളൂ. കറുത്ത കോട്ടിട്ട അയാൾ താഴെ കിടത്തിയിരുന്ന യുവതിയുടെ ശരീരമെടുത്ത് അഗ്നികുണ്ഡത്തിൽ നേരെ നിർത്തി. ചില മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ട ശേഷം മുനി തൊപ്പിക്കാരനോട് ശവത്തിൽ നിന്നും കൈയെടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞു. അയാൾ കൈയെടുത്ത് മാറി നിന്നു.
യുവതിയുടെ ശവശരീരം അഗ്നികുണ്ഡത്തിൽ നേരെ നിന്ന് കത്തിക്കൊണ്ടിരുന്നു. കരിഞ്ഞ മാംസഗന്ധം മുറിയിലാകെ നിറഞ്ഞു. പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ അയാളോട് മുനിയെപ്പോലിരുന്നയാൾ പറഞ്ഞു, ഇന്നത്തെ ഉച്ച കഴിഞ്ഞുള്ള തീവണ്ടിയിൽ നമുക്ക് പറ്റിയ 2 പെൺകുട്ടികൾ വരുന്നുണ്ട്. മംഗലാപുരത്ത് നിന്നും. ഇന്ന് രാത്രി 3 മണിക്ക് മുൻപ് അവർ തീവണ്ടി സ്റ്റേഷനിലെത്തും. അവരെ കൊണ്ടുവരിക. അവർ നമ്മൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവരാണ്. അത് കേട്ട് കറുത്ത കോട്ടിട്ട ആളുടെ കണ്ണുകൾ തിളങ്ങി. ക്രൂരമായ ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് കറുത്ത കോട്ടിട്ട രൂപം പുറത്തേക്കിറങ്ങി. ഇരുൾ മൂടിയ ഇടവഴിയിലൂടെ അയാൾ നടന്നു. പുറകെ കറുത്ത 2 പട്ടികളും. രാവിൻ്റെ മാറിലിരുന്ന് ഒരു പുള്ളു കൂവി. അത് കേട്ട് കറുത്ത പട്ടികളും കാലൻ കൂവി. ശവക്കുഴിയുടെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കേണ്ടതാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബറിൽ ഒരാളായി എന്നെ പരിഗണിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.